എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂന എന്ന പെണ്ണ് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് എനിക്ക് ഓതി തരുമോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് എനിക്കൊന്ന് ഓതി കേൾപ്പിക്കുമോ? എനിക്ക് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. അല്ലാഹുവേ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു. തന്റെ സ്വർഗത്തിലെ ഭാര്യയാണല്ലോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയാണല്ലോ, ആ പെണ്ണിന് കേൾക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. എന്നിട്ടൊരു സൂറത്ത് ഓതുകയാ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക് വേണ്ടി ഓതിക്കൊടുത്ത ആയത്ത് ഏതെന്നറിയോ? ഏത് സൂറത്തെന്നറിയുമോ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. മൈമൂന എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ മഹ്ദിയുണ്ടല്ലോ, അതാ റബിയ എന്ന് പറയുന്ന തന്റെ സ്വർഗത്തിലെ ഭർത്താവ് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചുറപ്പേ, ഇങ്ങനെ ഓതിയോതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതുമ്പോ മൈമൂന എന്ന് പറയുന്ന പെണ്ണങ്ങ് പിടഞ്ഞു വീഴുകയാ. അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. പടച്ചവരേ, അല്ലാഹുവേ, മൈമൂന തളർന്നു താഴെ വീണു. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പിന്നെ അനങ്ങാ കഴിയുന്നില്ല. അല്ലാഹുവേ, രണ്ടുപേരും തളർന്നു വീഴുകയാണ്. രണ്ടുപേരും തളർന്നു വീഴുകയാണ്. കാരണം ഊതിയായത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവേ, നരകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ, ചങ്ങലയിൽ വലിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ, ആ നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ച് പറയുന്ന ആയത്തോതിയപ്പോ പെണ്ണ് കാണാൻ പോയവനും പുതുമണവാട്ടിയും രണ്ടുപേരും താഴെ കിടക്കുകയാ. മൈമൂന എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ പെണ്ണ് പറയുകയാ, റബിയ, ഒരിക്കൽ കൂടാ ആയത്തെനിക്കൊന്ന് ഓതിത്തരുവോ റബിയ? റബിയ എന്ന ചെറുപ്പക്കാരൻ പറയുകയാ, എനിക്കതിന് കഴിയില്ല, എനിക്കതിന് കഴിയില്ല. അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു, എന്റെ അഭിലാഷമാ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, ഒരേ ഒരു പ്രാവശ്യം ഓതിത്താ റബിയ. അവസാനം റബിയത്ത് ബിഅസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ഈ ആയത്തുണ്ടല്ലോ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് രണ്ടാമതങ്ങ് ഓതുമ്പോ സുബ്ഹാനല്ലാഹ്, മൈമൂന എന്ന് പറയുന്ന മഹ്ദിയുണ്ടല്ലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, നിന്നെ പോലെ വികാര വിചാരമുള്ള ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള, നിന്നെക്കാലും സുന്ദരിയായിരുന്ന, നിന്നെ പോലെ പച്ചയിറച്ചിയുണ്ടായിരുന്ന മൈമൂന എന്ന് പറയുന്ന മഹ്ദിയുണ്ടല്ലോ, ഈ ഖുർആനിലെ ആയത്തങ്ങ് കേട്ട് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ അനങ്ങുന്നില്ല, പിന്നെ ചലിക്കുന്നില്ല. തന്റെ സ്വർഗത്തിലെ ഭർത്താവിനോട് സലാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.